ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അലക്സ് മാത്യു. ഷോപ്പ് ഫെയർലാൻഡ് അക്വേറിയം. പത്തനംതിട്ട കോഴഞ്ചേർ റൂട്ടിലെ റിനോൾ ഡെക്സ്റ്റർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ടൗണിൽ തന്നെയാണ്. ഇന്ന് നിങ്ങൾക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഗ്രേ പാരറ്റ്, ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ലോറീസ്, ഇവരൊക്കെ നല്ല സംസാരിച്ചിട്ടുള്ളതാണ്. നല്ലപോലെ സംസാരിക്കുന്ന ബേഡ്സ് ആണ്. അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്നതാണ്. കണ്ടില്ലേ, ഇവരുടെ രണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന വെറൈറ്റീസ് ആണ്. പിന്നെ നമുക്ക് സൺ കൊണൂറ്, സ്മോൾ കൊണൂറ്, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ കറക്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ്, ഇതിന്റെ വിവരങ്ങളെല്ലാം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ ആണ്. ആഫ്രിക്കന്റെ ഫിഷർ വെറൈറ്റി ആണ്. ഫിഷർ വെറൈറ്റിയിലെ വയലറ്റ് ആണ്, ഡബിൾ ഫാക്ടർ ആണ്. അതിന്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന ഡബിൾ ഫാക്ടർ ആയിട്ടുള്ള ഫിഷർ വെറൈറ്റി ആണ്. ഏകദേശം 1 വയസ്സോളം പ്രായമുള്ളതാണ്. 1 വയസ്സോളം പ്രായമുള്ള നല്ല ക്വാളിറ്റി ഉള്ളതാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള ഫിഷർ വെറൈറ്റി ആണ്. ഇപ്പോൾ ആഫ്രിക്കൻസിൽ ഇങ്ങനെ ഡബിൾ ഫാക്ടർ വയലറ്റ് ഒക്കെ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ കുറവായിട്ടാണ് വരുന്നത്. നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റുന്നതാണ്. വളരെ ഷോർട്ടായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒറ്റ പെയറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നതും ആഫ്രിക്കൻ ആണ്. ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി തന്നെയാണ്. വൈറ്റും അതുപോലെ തന്നെ യെല്ലോയും ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു യെല്ലോ കളറാണ്. ആ വീഡിയോ തന്നെ കാണുമ്പോൾ അറിയാം. ഫിഷറിൻ്റെ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു യെല്ലോ കളറും ആ ഹെഡിലോട്ട് വരുന്ന ആ റെഡുമാണ് ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈറ്റ് ആയാലും നല്ല വൈറ്റ് ആണ്, പ്യുവർ വൈറ്റും. അതുപോലെ തന്നെ റെഡ് ഐയും ആണ്. റെഡ് ഐയും അതുപോലെ തന്നെ വൈറ്റും ആണ്. ഫിഷർ വെറൈറ്റി ആണ്. ഇത് ഏകദേശം 10 മാസത്തോളം പ്രായമുള്ളതാണ്. 10 മാസത്തോളം പ്രായമുള്ള ആഫ്രിക്കൻസ് ആണ്. ഇങ്ങനത്തെ കളറുകൾ വളരെ റെയറായിട്ടാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ വയലറ്റ് കാണിച്ചിട്ടുണ്ട്. വയലറ്റ് അതുപോലെ തന്നെ ഇതുപോലെ വൈറ്റും യെല്ലോയും കൂടെ ഒക്കെ വരുന്ന വളരെ റെയറായിട്ട് വരുന്ന കളറുകളാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലോറി പാരറ്റ് ആണ്. അത്യാവശ്യം നല്ലപോലെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. റെയിൻബോ ലോറിയാണ്. ഏകദേശം ഒരു 10 മാസമൊക്കെ പ്രായമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ല ഒരു ബ്ലൂ കളറ്, നല്ല റെഡ് കളറ്, ഗ്രീൻ കളർ, അങ്ങനെ ഏകദേശം 4 കളറുകളും വരുന്നതാണ്. അത്യാവശ്യം ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. മിട്ടു എന്നാണ് പേരും ഒക്കെ അത്യാവശ്യം നല്ലപോലെ ടോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫീമെയിലാണ്. DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ള ലോറി പാരറ്റ്. നല്ല ടേംഡ് ആണ്, ഫുള്ളി ടേംഡ് ആണ്. നമ്മൾ 1 മണിക്കൂർ ഇതിനോട് സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ്. നല്ല ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ലോറി പാരറ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഷുഗർ ഗ്ലൈഡർ ആണ്. ഷുഗർ ഗ്ലൈഡറിൻ്റെ മെയിലാണ്. ബ്രീഡിങ്ങിന് അനുയോജ്യമായ മെയിലാണ്. ഏകദേശം 1 വയസ്സോളം പ്രായമുള്ളൊരു മെയിലാണ്. നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയതാണ്. അത്യാവശ്യം സെമി ടേംഡ് ആയിട്ടുള്ളതാണ്. നല്ല ടേംഡ് ആക്കി വളർത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഇതിനെ വളർത്തുന്ന കസ്റ്റമർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് തന്നെ സെമി ടേംഡ് ആയിട്ടുണ്ട്. ഏകദേശം 1 വയസ്സോളം പ്രായമുള്ളതാണ്. നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയതാണ്. ഫീമെയിലിനെ ഇട്ടാൽ ഏകദേശം ഒരു 10 മാസത്തിന് മുകളിലോട്ട് പ്രായമുള്ളൊരു ഫീമെയിലിനെ ഇട്ടാൽ ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്ന നല്ലൊരു മെയിലാണ്. ഷുഗർ റൈഡറിൻ്റെ നല്ലൊരു മെയിലാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡസ്കി ലോറിയാണ്. ഡസ്കി ലോറിയാണ്. ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ്. ഏകദേശം ഒരു 5 മാസം പ്രായമുള്ള DNA കൺഫേം ചെയ്ത പെയറാണ്. ഡസ്കി ലോറിയുടെ പെയറാണ്. സെൽഫീറ്റ് ഞങ്ങൾ പൂർണ്ണമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പപ്പായൊക്കെ ഇട്ട് കൊടുക്കുന്ന പൂർണ്ണമായിട്ടും കഴിച്ചു തുടങ്ങിയ 4 മാസം പ്രായമുള്ളതാണ്. DNA കൺഫേം ചെയ്തതാണ്. നല്ലപോലെ സംസാരിക്കുന്ന പേരാണ്. നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേരാണ്. ഈ പ്രായത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ ഇണങ്ങുകയും അതുപോലെ തന്നെ ഒരു 10 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ സംസാരിച്ച് തുടങ്ങുന്നതാണ്. ലോറി പാരറ്റിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കും. ഇണങ്ങുകയും അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതുമാണ്. നെക്സ്റ്റ് വരുന്നത് പെയർലെറ്റ് ആണ്. പെയർലെറ്റിന്റെ ഫീമെയിലാണ്. ബ്ലൂ ആണ്. അഡൽട്ട് ആയിട്ടുള്ള ഫീമെയിലാണ്. ഏകദേശം 1.5 വയസ്സ് പ്രായമുള്ളതാണ്. വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസ് തന്നെയാണ് പെയർലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആഫ്രിക്കൻസിൻ്റെ കൂട്ടൊക്കെ ഇരിക്കും. ബ്ലൂ പെയർലെറ്റ് ആണ്. ആഫ്രിക്കനേക്കാളും ഇച്ചിരി കൂടെ സൈസ് ചെറുതാണ്. പക്ഷേ ഇവരുടെ കളറാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്ക് ബ്ലൂ വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ ഫീമെയിലാണ്. ഏകദേശം 1 വയസ്സിൽ മേളിൽ പ്രായമുള്ള ഫീമെയിലാണ്. നെക്സ്റ്റ് വരുന്നത് സൺകുണൂറാണ്. സൺകുണൂറിൻ്റെ ഒരു മെയിലാണ്. ഏകദേശം
1 വയസ്സ് പ്രായമുള്ള DNA കൺഫേം ചെയ്തൊരു മെയിലാണ്. അത്യാവശ്യം നല്ലപോലെ യെല്ലോ കളർ ആയിട്ടുണ്ട്. വിൻസൈലോട്ടൊക്കെ അത്യാവശ്യം നല്ല യെല്ലോ കളർ ആയതാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഗ്രീൻ കളറൊക്കെ വളരെ കുറവാണ്. ഏകദേശം ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ പൂർണ്ണമായിട്ട് യെല്ലോ കളർ ആവുന്നതാണ്. അത്യാവശ്യം റെഡും ഉള്ള ടൈപ്പാണ്. അതിൻ്റെ ഫേസിലും കണ്ണിന് ചുറ്റുമൊക്കെ അത്യാവശ്യം നല്ലോണം റെഡ് ആയിട്ടുണ്ട്. ഒരു 3-4 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ആ ഫേസിൽ നല്ല റെഡ് ആവുന്നതാണ്. ആ ഗ്രീനിഷ് കളറെല്ലാം മാറിയിട്ട് നല്ല റെഡും അതുപോലെ തന്നെ ആ വിൻസൈലോട്ട് നല്ല യെല്ലോ കളറും ആവുന്നത്. DNA കൺഫേം ചെയ്ത് DNA കാർഡുള്ള മെയിലാണ് സൺകുണോറിൻ്റെ. നെക്സ്റ്റ് വരുന്നതും ആഫ്രിക്കനാണ്. ആഫ്രിക്കൻ്റെ പൈഡാണ്. ഫിഷർ വെറൈറ്റി ആണ്. പൈഡ് എന്ന് പറയുമ്പോൾ ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും കൂടെ വരുന്ന പൈഡാണ്. ഫിഷർ വെറൈറ്റി ആണ്. കൺയൂസ് റിങ് വരുന്ന പൈഡ് വെറൈറ്റി ആണ്. ഏകദേശം 1 വയസ്സോളം പ്രായമുള്ളതാണ്. 1 വയസ്സോളം പ്രായമുള്ള ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി ആണ്. ഇപ്പോൾ ആഫ്രിക്കൻസ് ഒക്കെ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഒത്തിരിയും പേര് ബ്രീഡിംഗ് ഒക്കെ കുറച്ചുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആഫ്രിക്കൻ്റെ. ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിടാനൊക്കെ പറ്റിയ ടൈം തന്നെയാണ് ആഫ്രിക്കനൊക്കെ. നെക്സ്റ്റ് വരുന്നതും പൈനാപ്പിൾ കുണൂറാണ്. DNA കൺഫേം ചെയ്ത് ഏകദേശം 1.5 വയസ്സോളം പ്രായമുള്ളതാണ്. DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. നമ്മളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ കുണൂറിൽ പെട്ടതാണ്. എല്ലാ ധാന്യങ്ങളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കഴിക്കുന്നതാണ്. പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.25 വയസ്സ് തൊട്ടൊക്കെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നതാണ്. ഒരു 2 മുതൽ 4 കുഞ്ഞുങ്ങളെ അവർ ലഭിക്കുന്നതാണ് ഒരു ബ്രീഡിങ്ങിൽ. നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ്. ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി ആണ്. 4 ഫിഷർ വെറൈറ്റി തന്നെയാണ്. ഏകദേശം 10 മാസത്തിന് മേളിൽ പ്രായമുള്ളതാണ്. ആഫ്രിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ തന്നെയാണ്. ഏകദേശം ഒരു 10-15 കളറോളം ഫിഷറിൽ തന്നെ ഏകദേശം അവൈലബിൾ ആയിട്ട് വരുന്ന കളറുകളാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 10 മാസം പ്രായമുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് കുണൂറാണ്. സ്മോൾ കുണൂറിൽ പെട്ടത് തന്നെയാണ് യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. പൈനാപ്പിൾ, യെല്ലോ ഷെയ്ഡ് അതുപോലെ തന്നെ ബ്ലൂ സീരീസ് ഇതെല്ലാം സ്മോൾ കുണൂറിൽ പെട്ടതാണ്. യെല്ലോ ഷെയ്ഡ് കുണൂറാണ്. നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളറും ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന റെഡും ആണ് യെല്ലോ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇവരെല്ലാം DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതെല്ലാം നമുക്ക് ബ്രീഡിങ്ങിന് ഏറ്റവും അനുയോജ്യമായതാണ്. എല്ലാം ഏകദേശം 10 മാസം 1 വയസ്സൊക്കെ പ്രായമുള്ളതാണ്. നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ബ്രീഡ് ചെയ്യിക്കാവുന്ന ബേർഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജണ്ടാ കുണൂറിൻ്റെ മെയിലാണ്. ഏകദേശം 2 വയസ്സോളം പ്രായമുള്ള മെയിലാണ്. അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം റെഡ് ഉള്ളതാണ്. നോർമലിനേക്കാളും അത്യാവശ്യം നല്ല കളറുള്ള 2 വയസ്സോളം പ്രായമുള്ള മെയിലാണ് ജണ്ടാ കുണൂറിൻ്റെ. പ്രത്യേകം നമ്മുടെ സൺകുണൂറിൻ്റെ കൂട്ട് തന്നെയാണ്. നല്ല സൈസ് വെക്കുന്ന ബേഡാണ് ജണ്ടാ കുണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കുണൂറാണ്. 1 വയസ്സ് പ്രായമുള്ള പൈനാപ്പിൾ കുണൂറാണ്. പൈനാപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് വരുന്ന ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ റെഡും വരുന്നതാണ് പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് DNA കൺഫേം ചെയ്ത് DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രേ പാരറ്റാണ്. ഫുള്ളി ടേംഡായിട്ടുള്ള ഗ്രേ പാരറ്റാണ്. ഫുള്ളി ടേംഡായിട്ടുള്ളതാണ്. നമ്മൾ തുറന്ന് കയ്യിലെടുത്താലും ഫ്ലൈ ചെയ്ത് പോകുക കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫുള്ളി ടേബിളായിട്ടുള്ള ഗ്രേ പാരറ്റിൻ്റെ മെയിലാണ്. ഏകദേശം ഒരു 8 മാസമൊക്കെ പ്രായമായിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ ടോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ സംസാരിച്ച് തുടങ്ങിയ ഒരു ഗ്രേ പാരറ്റാണ്. ഇതിൻ്റെ പേര് മിട്ടു എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇവരും ഹലോ മിട്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങിയാണ്. നല്ലപോലെ ടോക്ക് ചെയ്തൊരു ഗ്രേ പാരറ്റാണ്. മെയിലാണ്. DNA കൺഫേം ചെയ്ത് DNA കാർഡൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഗ്രേ പാരറ്റാണ്. നല്ലപോലെ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ധാന്യങ്ങളെല്ലാം കഴിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് 400 രൂപയാണ് വരുന്നത്. നമുക്ക് എല്ലാ ടൈപ്പ് ബേഡ്സും നമുക്ക് എല്ലായിടത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ്. പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വഴി വഴിയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.